നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പണ്ട് ഏതോ ഒരു മുതലാളി വീടിന്റെ മുറ്റത്ത് എല്ലാ ദിവസവും പിച്ചക്കാർക്ക് അന്നദാനം നടത്തിയിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഒരുപാട് പേര് അവിടെ വന്ന് ആഹാരവും കഴിക്കും. ഞങ്ങളിപ്പോ ഏതാണ്ട് അതേ അവസ്ഥയില അല്ലേ അച്ഛാ? കൊള്ളാം, അത് കലക്കി. ഇത് സേതുമാധവന്റെ നെഞ്ചിൽ കൊണ്ടിട്ടുണ്ട്. സ്നേഹ, ഇത് കുറച്ച് കൂടിപ്പോയി. നീ അച്ഛനോട് ഇങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടും അച്ഛൻ നമ്മളെ ഔട്ട് ഹൗസിലെങ്കിലും താമസിക്കാനായിട്ട് സമ്മതിച്ചില്ലേ? അത് തന്നെ അച്ഛന്റെ വലിയ മനസ്സല്ലേ? ക്ഷമിക്കണം, ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ സ്നേഹിക്കുന്നതിനോടുള്ള ഇഷ്ടം കാരണം എനിക്ക് വേറെ വഴിയില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാറിന്റെ വിഷമം എനിക്കറിയാം. സ്നേഹ ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞതാണ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാമെന്ന്. പക്ഷേ സാറിന് ഇവളോടുള്ള സ്നേഹം എത്ര വലുതാണെന്നുള്ളത് എനിക്കറിയാം. ഇവളെ ഓർത്ത് സാർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ സാറിന് ഉറപ്പു തരാം, ഞാൻ കാരണം ഒരിക്കലും സ്നേഹ ദുഃഖിക്കേണ്ടി വരില്ല. സാറിന്റെ മകൾ എന്നും സാറിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. എല്ലാ അച്ഛനമ്മമാരും മക്കളെ വളർത്തുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ്. ജനിക്കുമ്പോൾ മുതല് മക്കൾക്ക് വേണ്ടി അവർ കരുതി വയ്ക്കും. ഒരുപാട് സ്വപ്നങ്ങൾ കാണും, പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ. അച്ഛന്മാർക്ക് ആൺകുട്ടികളെക്കാൾ കരുതലും സ്നേഹവും പെൺകുട്ടികളോട് തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായാലും അത് അവർക്ക് മാത്രം മനസ്സിലാവില്ല. നിന്റെ വിവാഹം ഈ നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഉത്സവം പോലെ ആർഭാടമായി നടത്തണമെന്ന് വിചാരിച്ച ആളാ ഞാൻ. പക്ഷേ അതിനുള്ള അവസരം നീ എനിക്ക് തന്നോ? അതിന് വേണമെങ്കിൽ ഇനിയും അവസരമുണ്ട്. എല്ലാവരും കൂടി അറിഞ്ഞ് ഇവളെ ഒന്നുകൂടി കെട്ടാൻ ഞാൻ തയ്യാറാ. ആ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇതിനകത്ത് സൗകര്യങ്ങളൊക്കെ കുറവാണെന്ന് അച്ഛൻ അറിയാൻ മോളെ. ആര് തള്ളി പറഞ്ഞാലും നിന്നെ അച്ഛൻ തള്ളി പറയില്ല. നിന്റെ കാര്യത്തിലാ അച്ഛന് ഏറ്റവും കൂടുതൽ കരുതലുള്ളത്. അത് മറ്റാരെക്കാളും നന്നായിട്ട് നിനക്കറിയാം. നിന്റെ ഏട്ടന്മാർക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹ കൂടുതലുകൊണ്ടാ നിനക്ക് ഈ ചെറിയ ശിക്ഷ തന്നത്. ജീവിതം നീ കാണുന്നതല്ല മോളെ. നിന്നെ നെല്ലിശ്ശേരി വീടിനകത്ത് താമസിപ്പിക്കണമെന്ന് തന്നെയാ അച്ഛനാഗ്രഹം. പക്ഷേ നിന്റെ ഏട്ടന്മാരുടെ വിഷമം മാറാതെ അതിന് സാധിക്കില്ല. നിന്നോടുള്ള കരുതലും സ്നേഹവും കൊണ്ട് തന്നെയാ അർച്ചനയെ കൊണ്ട് നിന്നെ തിരിച്ചു വിളിപ്പിച്ചത്. അച്ഛന്റെ മോള് എന്നും അച്ഛന്റെ കൺമുമ്പിൽ തന്നെ വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.